Hema, the Malayalam moderator. You are welcome, Dr. Hema. Thank you so much. Thank you. Thank you, ma'am. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1911 ദിവസത്തെ പ്രതിദിന സൂം വെബിനാറാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മൂന്നാമത്തെ സെക്ഷൻ മലയാളം സെക്ഷനാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നിവിടെ അതിഥിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫാർമസി വിഭാഗം മേധാവി ഡോക്ടർ KG വേണുഗോപാലാണ്. ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെ പറ്റി സംസാരിക്കുമ്പോൾ ഏറെ പ്രസക്തമായിട്ടുള്ള പദം തന്നെയാണ് ഹോമിയോപ്പതിക് പോസോളജി. അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ വിഷയം ഡോസ്, നിർണയം, നിർമ്മാണം, സാങ്കേതികതയും ശാസ്ത്രീയതയും ഹോമിയോപ്പതിയിൽ, ഈ വിഷയത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം മൗന പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന. നന്ദി. അടുത്ത നമ്മുടെ ഇന്നത്തെ മലയാളം സെക്ഷൻ എടുക്കാനായിട്ട് ഡോക്ടർ KG വേണുഗോപാൽ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ നമസ്കാരം. തുടങ്ങാമോ സാർ? കേൾക്കാമല്ലോ? ക്യാമറ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ക്യാമറ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുള്ളൂ. ഫേസ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ശരിയാവും. അതിലോട്ട് തന്നെ നോക്കുമ്പോൾ അറിയാലോ, ആ പടത്തിലോട്ട് തന്നെ നമ്മളൊന്ന് സ്ക്രീനിലോട്ട് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം കാണാവുന്നു. അങ്ങനെ ആ രീതിക്ക് പോകും. ഓക്കെ, കറക്റ്റ്. ശരി. ഇപ്പോ നമ്മളിവിടെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി. ആദ്യമായിട്ടൊരു വെൽക്കം നമ്മുടെ ക്ലാസ്സിലോട്ട്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഡോക്ടർ ധനേഷുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊണ്ട് ഒരു 2, 3, 4 മണിക്കൂറോ എത്ര മണിക്കൂർ പോലും ഡിസ്കസ് ചെയ്താൽ തീരാത്ത ഒരു സബ്ജക്റ്റാണ് ഈ നമ്മൾ പോസോളജി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഡോസിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ അതൊരു നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏത് ക്ലാസ് എടുത്താലും ആദ്യം ചോദിക്കുന്നത് ഈ ഏത് മരുന്ന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചോദ്യം ഏത് പൊട്ടൻസി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജൂനിയർ തൊട്ട് അങ്ങേറ്റത്തെ സീനിയർ ആയവർക്കും ഇന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡോസ് എന്നത്. അപ്പൊ അത് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനെ ഒരു ശരിയായ പഠനം തന്നെ ആവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, ആദ്യമായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കട്ടെ, എന്താണ് ഒരു ഡോസ് എന്ന് ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും പറയാമെങ്കിലോ? ഡോസ്, സാധാരണ നമ്മൾ എന്താണ് ഒരു ഡോസ് എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേൾക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കാം? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മെഡിസിൻ ഗിവൺ അറ്റ് എ ടൈം ഇസ് ഡോസ്. അതെ. അതൊരു നിശ്ചിത സമയത്ത് ഉപയോഗിക്കുന്ന ഒരു നിശ്ചിത അളവിലുള്ള മരുന്നിന്റെ ഒരു കൃത്യമായ അളവിനെയാണ് സാധാരണ നമ്മൾ ഡോസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന മിക്കവാറും ഈ ഹോമിയോപ്പതിക് ഡോസ് അല്ല. അളവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആ ക്വാണ്ടിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഹോമിയോപ്പതിക് ഡോസിനെ കുറിച്ചുള്ള ഒരു ധാരണയല്ല. ശരിക്കും അതുണ്ടാകുന്ന മറ്റ് അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം തുടങ്ങിയ സിസ്റ്റങ്ങളാണ് പ്രധാനമായിട്ട് ഈ മരുന്ന് അളവിനെ വെച്ച് ഒരു ഡോസിനെ നിർണ്ണയിക്കുന്നത്. അപ്പൊ അത് ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണ്? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഓരോ യൂണിറ്റ് ഈ അലോപ്പതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഡോസ് എന്ന് പറഞ്ഞാൽ അത് ചില വ്യത്യസ്തമായ യൂണിറ്റുകളുടെ അതിന്റെ ഉപയോഗത്തിന്റെ മാനദണ്ഡമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ രോഗിയുടെ പ്രായം, അതിന്റെ വെയിറ്റ്, ബോഡി വെയിറ്റ്, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള അസുഖത്തിന്റെ തീവ്രത, പിന്നെ അതിന്റെ ലാബ് റിപ്പോർട്ട്, ഇങ്ങനെ പല കാര്യങ്ങളാണ് അവർ അതിന്റെ അളവുകോലാക്കുന്നത്.
മരുന്നിന്റെ രൂപത്തെ പോലും അടിസ്ഥാനമാക്കി ഡോസ് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ഖരാവസ്ഥയിലുള്ള മരുന്നുകൾ, അതായത് സോളിഡ് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മാസ്, അതാണ് അതിന്റെ ഡോസ്. അതായത് മൈക്രോഗ്രാമോ ഗ്രാമോ കിലോഗ്രാം തുടങ്ങിയ അളവുകളാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള മരുന്നുകളാണെങ്കിൽ നമുക്കറിയാം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ml, ഡ്രോപ്സ്, ഔൺസ് തുടങ്ങിയ ഒരുപാട് സൂചനകളുണ്ട് ഒരു ഡോസിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ഈ ഡോസിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ് നമ്മൾ ഈ പോസോളജി എന്ന് പറയുന്നത്. അപ്പൊ ഹോമിയോപ്പതിക് ഡോസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം? ഹോമിയോപ്പതിക് ഡോസ്, അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അടിസ്ഥാന തത്വങ്ങളിൽ ഹോമിയോപ്പതിയിലെ ലോ ഓഫ് സിമിലാഴ്സിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഡോസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ഈ ഡൈലൂഷൻ ആൻഡ് പൊട്ടൻറ്റൈസേഷൻ. ഡൈലൂഷൻ ആൻഡ് പൊട്ടൻറ്റൈസേഷൻ. അപ്പൊ ആ ലോ ഓഫ് സിമിലാഴ്സ് പരിപൂർണമാണെങ്കിൽ നമുക്ക് ഈ ലോ ഓഫ് ഇൻഫിനിറ്റിസിമൽ ഡോസ് എന്ന് നമ്മൾ പറയുന്ന ആ ഡോസിലേക്ക് വന്നെത്തണം. അതാണ് എൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. ദാറ്റ് ലോ പ്രൊവൈഡ്സ് ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതിക് പ്രാക്ടീസ്. അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ അടിസ്ഥാന തത്വം തന്നെയാണ് ഹോമിയോപ്പതിയുടെ വ്യക്തിത്വം. ഈ സംഭവം തന്നെയാണ് ഹോമിയോപ്പതിയുടെ വ്യക്തിത്വവും എന്ന് നമുക്ക് പറയാം. അതിന്റെ ബലവും ആ യുണീക്ക്നെസ് എന്ന് പറയുന്നത് ശരിക്കും ഈ പൊട്ടൻറ്റൈസേഷൻ എന്നുള്ള പേര് തന്നെയാണ്. പക്ഷെ നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. കാരണം ഈ ശാസ്ത്രീയതയുടെ ബേസിലുള്ള ആ ചോദ്യചിഹ്നം എവിടെയാണ്? അതിൻ്റെ ഒരു കോൺട്രോവേഴ്സികൾ നടക്കുന്ന വിവാദവും ഹൈ ഡെലൂഷൻസിനെ കുറിച്ചും പവറിനെ കുറിച്ചുള്ള വിവാദങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ചർച്ചയിൽ വരേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപക്ഷെ എന്നേക്കാൾ ഈ കാര്യത്തിൽ അറിവുള്ള പലരും ഈ ഗ്രൂപ്പിലുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് ആദ്യമായിട്ട് പോകേണ്ടത്, ഞാൻ ആലോചിച്ചിട്ട് ആദ്യമായിട്ട് പോകേണ്ടത് ഇതിന്റെ ഒരു ചരിത്രത്തിലൂടെയുള്ള ഒരു പഠനം തന്നെയാണ്. അതായത് ഈ നമ്മുടെ ഈ ഡോസ് എന്നുള്ള ഈ ഹോമിയോപ്പതിക് ഡോസ് എന്നുള്ള ഇൻഫിനിറ്റിസിമൽ ഡോസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എങ്ങനെ ഡോക്ടർ സാമുവൽ ഹനുമാൻ എത്തി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹനുമാൻ തന്നെ പറയുന്നുണ്ട്, ഇഫ് ദി റൈറ്റ് ഡോസ് ഈസ് അമിസ് ദി സിമിലിമം ഈസ് ഇൻകംപ്ലീറ്റ്. അതായത് റൈറ്റ് ടു ഡോസ് എന്നുള്ളത് തെറ്റിയാൽ സിമിലിമം ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ സെലക്ഷൻ ഓഫ് നമ്പടി മാത്രം പോയിട്ടില്ല, കറക്റ്റ് ഡോസ് ആയിരിക്കണം, എക്സാക്ട് ഡോസ് ആയിരിക്കണം, എങ്കിലേ സിമിലിമം കംപ്ലീറ്റ് ആവുള്ളൂ, ഒരു ക്യൂറിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് നമുക്കൊരു വ്യക്തമായി പറയണം, ഒരു പെട്ടെന്നൊരു ടിപ്സോ അതിനൊരു വ്യക്തമായ റൂൾസോ ഒന്നും ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരിക്കലും ഇതിനൊരു ടിപ്സ് ആയിട്ട് പറയാൻ പറ്റും. അതാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുന്നു. അല്ലെങ്കിൽ അത് ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് നമ്മൾ ഈ രോഗിയുടെ ഡോസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരിക്കലും നമുക്കൊരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. മെഡിസിൻ കണ്ടുപിടിക്കുന്ന പോലെ ചിലപ്പം മെഡിസിൻ കണ്ടുപിടിക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. അപ്പൊ അതിനൊരു ഈ ഡോസിന്റെ ആ ഒരു ചരിത്രപരമായ പഠനം തന്നെ അതിന് ആവശ്യമാണ്. നമുക്കറിയാം ഏകദേശം 200 വർഷത്തിൽ കൂടുതലായി ഹോമിയോപ്പതി സാമുവൽ ഹനുമാൻ ഹോമിയോപ്പതിക്ക് തുടക്കമിട്ടിട്ട്. പിന്നെ അതിനുശേഷം ഹനുമാന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇവരെല്ലാം ഒരുപാട് വ്യത്യസ്തമായ ചിന്താഗതികളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു 3 കാലഘട്ടമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണ് ഇവയൊക്കെ എന്ന് നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കണം. അപ്പൊ ഞാനിതിനെ ഉദ്ദേശിക്കുന്നത് ഹനുമാനിയൻ ഹനുമാന്റെ കാലഘട്ടത്തിലും പിന്നെ ഹനുമാന്റെ പിൻഗാമികളുടെ സമയത്തും, അതായത് പിന്നെ ഉള്ളത് കെന്റിന്റെ കാലഘട്ടം, പിന്നെ കെന്റിന് ശേഷമുള്ളവരുടെ കാലഘട്ടം. ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഉണ്ടായ ഇവല്യൂഷനാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഡോസുകളും. നിങ്ങൾക്കറിയാം എന്താണ് പൊട്ടൻറ്റൈസേഷൻ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന
പൊട്ടൻസുകളെന്ന് വെറുതെ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡോസ് ഏതൊക്കെയാണ്? പൊട്ടൻസി, ഞാൻ ഉദ്ദേശിച്ച പൊട്ടൻസി. മൂന്ന് സ്കെയിൽസ് ഉണ്ട്, അറിയാം. 3 സ്കെയിൽസ് ഓഫ് പൊട്ടൻസി ഉണ്ടെന്ന്. മില്ലിസ്മൽ, ഡെസിമൽസ്, സെന്റിസ്മൽ, അതെ, ഡെസിമൽ സ്കെയിൽ, സെന്റസിമൽ സ്കെയിൽ, 50 മില്ലിസിമൽ സ്കെയിൽ. ഇതിൽ ഡോക്ടർ സാമുവൽ ഹനുമാൻ കൊണ്ടുവന്നത് 2 സെന്റസിമൽ സ്കെയിലും 50 മില്ലിസിമൽ സ്കെയിലുമാണ് ഡോക്ടർ സാമുവൽ ഹനുമാൻ അവതരിപ്പിച്ചത്. പക്ഷേ ഡെസിമൽ സ്കെയിൽ നിങ്ങൾക്കറിയാം, അത് കൊണ്ടുവന്ന ആരാണ്? ഡോക്ടർ ഹെറിങ്. കോൺസ്റ്റന്റൈൻ ഹെറിങ്. ഹെറിങ് ആണ് ഡെസിമൽ സ്കെയിൽ കൊണ്ടുവന്നത്. നമ്മൾ ഈ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്ന ആ സ്കെയിൽ കൊണ്ടുവന്ന് ഡോക്ടർ ഹെറിങ് ആണ്. അപ്പൊ ഇതാണ് ഡിഫറെന്റ് പൊട്ടൻസി. അപ്പൊ ഇതിന്റെ ഓരോ സ്കെയിലിനും, സെന്റസിമൽ സ്കെയിലിനും ഡെസിമൽ സ്കെയിലിനും 50 മില്ലിസിമൽ സ്കെയിലിനും തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ നടത്തുമ്പം നമുക്കറിയാം. ഒരു ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻസികൾ ശരിക്കും പറഞ്ഞാൽ സെന്റൻസ് സ്കെയിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? മിക്കവാറും നമുക്ക് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ 3C, അല്ലെങ്കിൽ 6, പിന്നെ 30, 200, 1 ഇങ്ങനെ പോകുന്നു. ഡെസിമൽ ആണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് 6S അല്ലെങ്കിൽ 12X വരെയാണ്. ഇപ്പോൾ ഡെസിമൽ സ്കെയിലിൽ നമ്മൾക്ക് അധികം അവൈലബിൾ അല്ല, എങ്കിലും പല ട്രൈറ്ററേഷൻസും ഒക്കെ കിട്ടുന്നത് നമുക്കറിയാം 6X അല്ലെങ്കിൽ 12X വരെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെയുള്ള സയൻസ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ട് ഈ ഒരു ചേഞ്ച് ഹോമിയോപ്പതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾക്ക് പരിശോധിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഹനുമാൻ ഈ ഡൈനാമൈസേഷനിലെ പൊട്ടൻറ്റൈസേഷൻ തിയറിയിലേക്ക് എത്തിയതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പൊ അതിന് ആദ്യമായിട്ട് ആ ചരിത്രത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഹനുമാൻ ആദ്യമായിട്ട് പ്രൂവ് ചെയ്ത മെഡിസിൻ ഏതാണ്? സിങ്കോണ, അല്ലെ? സിങ്കോണ പ്രൂവിങ് നടക്കുന്നത് 1790 ആദ്യമായിട്ട് സിങ്കോണ പ്രൂവ് ചെയ്യുന്നത്. അതിന്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം, ഞാനതിവിടെ പറയുന്നില്ല. എന്താണ് ഹനുമാൻ സിങ്കോണ പ്രൂവ് ചെയ്യാനുണ്ടായ കാരണം? അപ്പൊ ഹനുമാൻ അന്നത്തെ ട്രീറ്റ്മെന്റിൽ, അദ്ദേഹം അന്നത്തെ അലോപ്പതിയിൽ MD ഉള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അന്നത്തെ ആ ട്രീറ്റ്മെന്റിൽ മനംമടുത്ത്, അന്നത്തെ രീതികളിലൊക്കെ മനംമടുത്ത് അന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളോട് പോലും അദ്ദേഹത്തിന് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഈ ട്രീറ്റ്മെന്റ് നിർത്തുന്നത്. അത് നമ്മൾ അറിയാം, അതിന്റെ പുറകിലുള്ള കഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ നിർത്തിയിട്ട് പിന്നെ പല ബുക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഈ ക്ലൻസ് മെറ്റനോഡിക്ക ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ മിക്കവാറും പറയുന്നൊരു സംഭവമാണ്. അപ്പൊ ഇവിടെ ഹനുമാൻ ആദ്യമായിട്ട് സിങ്കോണ പ്രൂവ് ചെയ്തപ്പോൾ എത്രമാത്രം അളവിലാണ് സിങ്കോണ കഴിച്ചതെന്ന് ആർക്കെങ്കിലും പറയാമോ? പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹനുമാൻ കഴിച്ചത് 4 grams, 8 grams, ഏത് ഡ്രാമാണ്? അതെ, 4 grams ആണ്. ഇപ്പൊ 4 grams ഓഫ് സിങ്കോണയാണ് ഹനുമാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത്. അങ്ങനെ ഡെയിലി 2 നേരം വെച്ച് കുറേ ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഹനുമാന് ഈ സിങ്കോണയുടെ ആ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഈ ഹോമിയോപ്പതി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത് നമുക്കറിയാം, പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്ത 1796 അത് നിങ്ങൾക്കറിയാം. ആ ഒരു പബ്ലിക്കേഷൻ മറ്റേ ഇതില് ആ പബ്ലിക്കേഷൻ ഏത് മനോജ് സാർ? ഹ്യൂഫ്ലാൻഡ് ജേർണലാണ്. Essay on New Principles for Ascertaining the അതെ, Curative Power of Drug. ഹ്യൂഫ്ലാൻഡ് Principle. അതെ, അത് ആ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തതോടെയാണ് ഹനുമാൻ ഈ ഹോമിയോപ്പതിയുടെ ആ ഒരു ലോകം നമ്മുടെ ലോകത്തിന് വേണ്ടി തുറന്നു വിട്ടത്. പക്ഷെ അന്നൊക്കെ ഹനുമാൻ ഉപയോഗിച്ചിരുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഹനുമാൻ അന്ന് ഉപയോഗിച്ചിരുന്ന ക്രൂഡ് ഡോസ് തന്നെയായിരുന്നു. സിങ്കോണ പ്രൂവ് ചെയ്ത് ക്രൂഡ് ആണെങ്കിൽ ക്രൂഡ് ഡോസ് തന്നെയാണ് ഹനുമാനും അന്ന് ഈ രോഗികളിൽ പരീക്ഷിച്ച് നോക്കിയത്. ലോ സിമിലാർസ് അനുസരിച്ച് മാത്രം മെഡിസിൻ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ.
പക്ഷെ അത് അതിന്റെ അളവ് എന്തുമാത്രം ഹനുമാൻ കൊടുത്തു, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യം ഈ ഇപ്പം ഒരു അസുഖത്തിന് സിങ്കോണ അല്ലെങ്കിൽ ഓപ്പിയം ഏത് മെഡിസിൻ കൊടുത്താലും അന്നത്തെ കാലത്ത് ഹനുമാന്റെ കാലഘട്ടത്തിൽ ഈ ഡ്രഗ്സ് എല്ലാം ഉപയോഗിച്ചിരുന്നു. സിങ്കോണയെ കുറിച്ചുള്ള അറിവ് പോലും അങ്ങനെയാണല്ലോ കിട്ടിയത്. അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്ന അതേ ഡോസ് തന്നെയാണ് ഹനുമാൻ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ ഹനുമാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പല ഡ്രഗ്സ് ഒരുമിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഹനുമാൻ ഒരിക്കലും ഹനുമാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ സിംഗിൾ ഡ്രഗ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ലോ ഓഫ് സിമിലാരിറ്റി അനുസരിച്ച് പ്രാക്ടീസ് ചെയ്തപ്പോഴും അല്ലാതെ ഹനുമാന്റെ അതിനു മുമ്പുള്ള കുറെ സമയത്തും ഹനുമാൻ ഈ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സിനെതിരായിരുന്നു. അദ്ദേഹം കൊടുക്കുന്നത് സിംഗിൾ ഡോസ് തന്നെയാണ്. ഒരു ഡോസ് ഇപ്പൊ മദർ ടിഞ്ചർ ആയിക്കോട്ടെ അല്ലെ ഏതും ആയിക്കോട്ടെ, അത് ഉപയോഗിച്ചിരുന്ന മരുന്ന് ഇത്ര ഗ്രെയിൻ അല്ലെ ഇത്ര ഗ്രാം എന്ന് അന്നത്തെ കണക്കനുസരിച്ച് തന്നെയാണ് കൊടുത്തത്. ഡോസിനെ കുറിച്ചൊരു വ്യക്തമായ കൺസെപ്റ്റ് ഒന്നും ഹനുമാൻ ഉണ്ടായില്ല. പിന്നീട് ആ ലോ സിമിലാരിറ്റി അനുസരിച്ച് മരുന്ന് കൊടുത്തിട്ടും പല അസുഖങ്ങൾക്കും ഒരു ഉണ്ടായ ഒരു ക്യൂറിനേക്കാൾ ഒപ്പം തന്നെ ഒരുപാട് അഗ്രവേഷൻസ്, അതായത് പല അസുഖങ്ങളും വളരെ പെട്ടെന്ന് കുറയാതെ അതിന് വലിയ മാറ്റങ്ങൾ, പ്രതീക്ഷിച്ച മാറ്റങ്ങൾ കിട്ടാതെ വന്നപ്പോഴാണ് ഹനുമാൻ വീണ്ടും വിചിന്തനം ചെയ്യുന്നത്. എന്താണ് ഈ ലോ സിമിലാരിറ്റി ഒരിക്കലും തെറ്റാണെന്ന് ഹനുമാൻ പറയാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം അത് പലവട്ടം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതാണ്. അവസാനം ആണ് ഹനുമാൻ ഇതിന്റെ പുറകിലുണ്ടായ അദ്ദേഹത്തിന്റെ പല ഫെയിലിയേഴ്സിന്റെയും പുറകിലുണ്ടായ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അപ്പൊ അവിടെ ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നിന്റെ അളവ് അത് ഒരേ ലോ സിമിലർ, രണ്ടും ഒരേ ദിശയിലാണ്, മരുന്നും രോഗവും ഒരേ ദിശയിലാണ്. അപ്പൊ ആ മരുന്നിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് രോഗിയുടെ ആ ഡിസീസ് സ്റ്റേറ്റിനേക്കാൾ വളരെ കൂടിയ അളവിൽ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പല അസുഖങ്ങൾക്കും ഉദ്ദേശ രീതിയിലുള്ള എഫക്റ്റ് കിട്ടാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹനുമാൻ പതുക്കെ ഈ ഡോസ് കൺസെപ്റ്റിന്റെ പുതിയ നമ്മുടെ ഹോമിയോപ്പതിക് ഡോസിലേക്ക് വന്നെത്തുന്നത്. പക്ഷെ അതിനും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു സ്റ്റഡി നമ്മൾ നടത്തണം. ശരിക്കും പറഞ്ഞാൽ അതായത് ഫിസിയോളജിക്കൽ ഡോസ് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന അത് തന്നെയാണ് ഹനുമാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് എവിടെയാണ് ആ ഒരു നിഗമനത്തിന് ഒരു ബ്രേക്ക് ഉണ്ടായതെന്ന് നമുക്ക് ആ ഹിസ്റ്ററി കൂടെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം. പിന്നീട് ഹനുമാൻ ഇങ്ങനെയുണ്ടായ പല അഗ്രവേഷൻസും ഡിസീസിന്റെ അഗ്രവേഷൻസും ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് മരുന്നുകളെ ഡൈല്യൂട്ട് ചെയ്യുകയായിരുന്നു. അത് പല എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ റെക്കോർഡ്സ് എല്ലാം റെക്കോർഡിക്കലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ റെക്കോർഡ്സ് പരിശോധിച്ചാൽ നമുക്ക് കിട്ടും, പല മരുന്നുകളും അദ്ദേഹം അത് ഡൈല്യൂട്ട് ചെയ്ത് വളരെ ചില ഡ്രഗ്സുകളൊക്കെ OPM, പൊഡോഫിൽ, ഇങ്ങനെ പല ഡ്രഗ്സിന്റെയും നമുക്ക് റെക്കോർഡ്സ് ഉണ്ട്. ആ ഡ്രഗ്സ് അതിന്റെ 10,000 1/10,000 ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഈ പല അസുഖങ്ങൾക്കും ഹനുമാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രയോജനം കിട്ടിത്തുടങ്ങി. എങ്കിലും അദ്ദേഹത്തിന് ആ ഡോസിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അവിടെ തീർന്നില്ല. പിന്നെ വളരെ കീനായിട്ടുള്ള ഒബ്സർവേഷൻ ആയിരുന്നു. ഓരോ മരുന്ന് കൊടുക്കുമ്പോഴും അത് റെക്കോർഡ് ചെയ്യും, അതിന്റെ ഡോസ് റെക്കോർഡ് ചെയ്യും ഒക്കെ ചെയ്തിട്ട് ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക അദ്ദേഹം പല മരുന്നുകളും നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിരുന്നു, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ ഈ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഉണ്ടായ മാറ്റം അദ്ദേഹം അത് ശ്രദ്ധിച്ചു. പലപ്പോഴും ഈ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന മരുന്നുകൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന എന്താണ് സംഭവിക്കുന്നത്, ആ സബ്സ്റ്റൻസ് ഡ്രഗിലെ മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിന്റെ സബ്സ്റ്റൻസ് നല്ലോണം ഡിസ്പേഴ്സ് ചെയ്യുകയാണ്, ആ മീഡിയത്തിന് നല്ലോണം ഡിസ്പേഴ്സ് ചെയ്യുകയാണ്, ഡൈലൂട്ടിങ് മീഡിയത്തിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുകയാണ്. സോ അവിടെ എടുത്തു പറയുന്നു, ബൈ ഷേക്കിംഗ് ദി ഹോൾ വെൽ ഫോർ എ മിനിറ്റ് എന്ന് പ്രത്യേക ഹനുമാൻ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഡോസ് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡോസ് കുറച്ച് കൊണ്ടുവന്നത്. അപ്പൊ ഡിമിന്യൂഷൻ, അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. ഡിമിന്യൂഷൻ, സബ് ഡിവിഷൻ, അറ്റനുവേഷൻ എന്നുള്ള വാക്കുകളൊക്കെ ഹനുമാൻ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്.
അപ്പൊ നമുക്കറിയാം 1805 ഹനുമാൻ ഈ ഒരു ആദ്യമായിട്ട് പ്രൂവിങ്സിന്റെ ഒരു 27 ഡ്രഗുകളുടെ പ്രൂവിങ്സ് ഉള്ള ഒരു പബ്ലിക്കേഷൻ നടത്തുന്നത്. അത് ഫ്രാഗ്മെന്റാ ഡി വെരിബസ് മെഡിക്കാമെന്റോറം സി എന്നുള്ള ആ ഒരു പബ്ലിക്കേഷൻ 1805 അതിൽ തന്നെ അദ്ദേഹം ഈ ഡോസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 27 ഡ്രഗുകളിലും ഓരോ മരുന്നിന്റെയും ഡോസിനെ കുറിച്ച് ചെറുതായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഡൈലൂഷൻ, അത് ഡൈലൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പൊട്ടൻറ്റൈസേഷൻ എന്നുള്ള വാക്കേ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നീട് അവിടെ ഈ ഷെയ്ക്കിംഗ്, മിക്സിംഗ് എന്നുള്ള ആ പദങ്ങളൊക്കെ വ്യക്തമാക്കിയത് ഏതാണ്ട് ഒരു 1813-19 കാലഘട്ടത്തിലാണ്. അതിൽ ഒരു സ്പിരിറ്റ് ഓഫ് ഹോമിയോപ്പതി ഡോക്ടറിൻ ഓഫ് മെഡിസിൻ എന്നും പറഞ്ഞൊരു ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് ദി ഹോമിയോപ്പതിക് ഡോക്ടറിൻ ഓഫ് മെഡിസിൻ. അതിൽ ആ പബ്ലിക്കേഷൻസിൽ പറയുന്നുണ്ട്, disease was considered as a dynamic derangement of vital character of the organism. Disease was considered as a dynamic derangement of the vital character of the organism. പിന്നെ അടുത്ത സെന്റൻസ് ആയിട്ട് പറയുന്നത്, ഡ്രഗ്സ് ബിസൈഡ്സ് ദെയർ ഡൈനാമിക് ഫിസിക്കോ-കെമിക്കൽ പ്രോപ്പർട്ടീസ് പൊസസ് അനദർ പ്രോപ്പർട്ടി ബൈ വിർച്യൂ ഓഫ് വിച്ച് ദേ ആൾട്ടർ ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്സ് ഓഫ് ദി ഓർഗാനിസം ത്രൂ ആൾട്ടേർഡ് സെൻസേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡൈനാമിക് പൊട്ടൻറ്റൈസേഷൻ തിയറിയെ കുറിച്ചുള്ള ആദ്യത്തെ സൂചന. അപ്പോഴും പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഈ എക്സസൈസിൽ പറയുന്നുണ്ടെങ്കിലും ഇത് ഫൈനലായിട്ട് എന്നാണ് നമുക്ക് ഒരു റൈറ്റിംഗ്സ് ആയിട്ട് കിട്ടുന്ന എന്ന് നമുക്ക് ചോദിച്ചാൽ, ക്രോണിക് ഡിസീസിൽ ഓർഗൻ ഓഫ് മെഡിസിന്റെ പല എഡീഷൻസ് നമ്മൾ പരിശോധിക്കണം. ഓർഗൻ ഓഫ് മെഡിസിന്റെ ഓരോ എഡീഷനിലും 1 to 6 ഓരോ എഡീഷൻസിലും ഈ ഡോസിനെ കുറിച്ചുള്ള വ്യത്യസ്തകളാണ് ആ ഓരോ ഓർഗനോണിന്റെയും ശരിക്കുള്ള മാറ്റർ എന്ന് വേണേൽ പറയാം. ആ ഡോസിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ആണ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ലോ സിമിലാർസ് ഒരിക്കലും ഹനുമാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് ആ ചേഞ്ചസ്, അത് നമ്മൾ വിശദമായി വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന് നമുക്കിപ്പം ഞാനിപ്പോൾ പ്രത്യേകിച്ചും നോക്കുകയാണെങ്കിൽ ഈ ഓർഗൻ ഓഫ് മെഡിസിന്റെ ഫസ്റ്റ് എഡീഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? പൊട്ടൻറ്റൈസേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അവിടെ പറയുന്നത് ഈ മരുന്നുകളുടെ പ്രയോഗം മാത്രമേ ഉള്ളൂ. ലോ സുവിനാഷിനെ വെച്ച് മരുന്നുകൾ പ്രയോഗിക്കുന്നു. അതിനകത്ത് ഈ ഡൈലൂഷനെ കുറിച്ച് ചെറുതായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓരോ എഡീഷനും, സെക്കൻഡ് എഡീഷൻ 1819 വരുന്നത്. സെക്കൻഡ് എഡീഷൻ 1819 അവിടെയും കാര്യമായിട്ട് ഈ പൊട്ടൻറ്റൈസേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അവിടെയും കൂടുതലും വരുന്നത് എന്താണ്, ഈ കൂടുതലും വരുന്നത് ഈ പിന്നെ ഷേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ അവിടെ മറ്റുള്ള ഒരു ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കും ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് നമുക്ക് അതായത് 1812 ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിസ്പേസിംഗ് ദി സബ്സ്റ്റൻസ് വെൽ ത്രൂ ദി ഡൈലൂട്ടിംഗ് മീഡിയം എന്ന് പറയുന്നുണ്ട്. ഡിസ്പേസിംഗ് ദി സബ്സ്റ്റൻസ് വെൽ ത്രൂ ഔട്ട് ദി ഡൈലൂഷൻ മീഡിയം. അപ്പൊ മിക്സിംഗ് ആൻഡ് ഷേക്കിംഗ് എന്നുള്ള ആ വാക്ക്, intimately mixed by shaking it for a minute, that suggests the interest in dispersing the substance well throughout the dilution medium എന്ന് പറയുന്നുണ്ട്. ഇത് ഹനുമാന്റെ ഹനുമാന്റെ ഓർഗനോ മാത്രമല്ല, അന്നത്തെ കൂടുതലും ഹനുമാന്റെ മറ്റു റിസർച്ചുകളെ മെറ്റീരിയൽ പ്യൂറയിലും ഒക്കെയാണ്, കൂടുതലും മെറ്റീരിയൽ പ്യൂറയിൽ തന്നെയാണ് ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1813 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് ഹനുമാന്റെ ഈ 11 വർഷത്തെ ആ ഒരു പ്രാക്ടീസിന്റെ സമയത്താണ് നമുക്ക് ഒരു പ്രത്യേകിച്ചുള്ള ഗൈഡ് ലൈൻസ് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ കണ്ടിന്യൂഡ് ഡൈലൂഷൻ ഓഫ് റെമഡീസ് അല്ലെങ്കിൽ ഷേക്കിംഗ് ആൻഡ് മിക്സിംഗ് ആൻഡ് ഡിസ്പേസിംഗ് എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും
1820 മുതൽ 28 വരെയുള്ള സമയത്ത് ഡൈനാമിസേഷൻ തിയറി കൊണ്ടുവന്നു. അവിടെയാണ് ഡൈനാമിസേഷൻ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു സ്റ്റാൻഡേർഡ്, ദർ ഇസ് നോ ഫിക്സഡ് സ്റ്റാൻഡേർഡ് ഫോർ ദി ഡോസ്. ഡോസിന് ഒരു സ്റ്റാൻഡേർഡ് ഒന്നും ഹനുമാൻ മെൻഷൻ ചെയ്തിരുന്നില്ല. അപ്പൊ 1825 കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ക്രിറ്റിസിസം അദ്ദേഹം നേരിട്ടത്. ആ സമയത്ത് ഹനുമാൻ ഈ ഉപയോഗിച്ചിരുന്ന മിക്കവാറും മെഡിസിൻ എല്ലാം പൊട്ടൻഡൈസ്ഡ് മരുന്നായിരുന്നു. അതായത് ഒരു കൂടുതലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്പോഞ്ചിയ, ഒരു ഉദാഹരണം സ്പോഞ്ചിയ എന്നുള്ള ഡ്രഗിനെ എടുക്കുകയാണ്. അപ്പൊ അത് ഹനുമാൻ ഉപയോഗിച്ചത് മിക്കവാറും ഹൈ ഡൈലൂഷൻസ് ആണ്. പക്ഷേ ഗോയിറ്ററിന് വേണ്ടി മിക്കവാറും അതിന്റെ മദർ ടിഞ്ചർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ആക്രോണൈറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് 30 വരെയുള്ള പൊട്ടൻഷ്യലേ ഹനുമാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ സെന്റെസിമൽ പൊട്ടൻഷ്യലുള്ള ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് 30C വരെയാണ്. അപ്പൊ ആക്രോണൈറ്റ് ആണെങ്കിൽ 24th സെന്റെസിമലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പല കണ്ടീഷൻസും 24th സെന്റെസിമൽ. പിന്നെ കോഫി ആണെങ്കിൽ 3rd സെന്റെസിമലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ബെലഡോണ പക്ഷെ 30th പൊട്ടൻസിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നക്സോമിക്ക 30th പൊട്ടൻസിയാണ്. അങ്ങനെ കൂടുതലും ഈ കനാബീസ് പോലുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് 3rd സെന്റെസിമൽ പൊട്ടൻസിയാണ്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്? ഓരോ മരുന്നിനും ഓരോ കണ്ടീഷനും അന്നത്തെ പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഹനുമാൻ ഉപയോഗിച്ചിരുന്നത്. അതിൽ അവസാനം ഈ ശക്തമായ ക്രിറ്റിസിസം നേരിട്ടപ്പോഴാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് പൊട്ടൻസിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഡ്രഗിന്റെ പൊട്ടൻസിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ 30th പൊട്ടൻസി ആയിരിക്കും ഒരു സ്റ്റാൻഡേർഡ് പൊട്ടൻസി ആയിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് ഹനുമാൻ അദ്ദേഹത്തിന്റെ ശിഷ്യരോട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പല ശിഷ്യന്മാരും ഹനുമാനേക്കാൾ കുറച്ചുകൂടി പുതിയ പുതിയ ഹയർ പൊട്ടൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്താണ് ഈ ക്രിറ്റിസിസം കൂടുതൽ വരുന്നതും. അപ്പോൾ ഹനുമാൻ പറയുന്ന വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്, 30th പൊട്ടൻസിയാണ്. അത് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ലിറ്ററേച്ചറിലും അല്ല ഈ സാധാരണ ഓർഗനോളിലോ മെറ്റീരിയൽ ഒന്നും കാണുന്നില്ല. അതൊരു എസ് എ 1827 ഇറക്കിയ ഒരു എസ്സയിലാണ് ഈ സെന്റൻസ് പറയുന്നത്. അപ്പൊ നമുക്കൊരു കൃത്യമായ പൊട്ടൻസി ആവശ്യമാണ്, അതിലേക്കുള്ള പഠനം ആവശ്യമാണ്. ഇപ്പൊ പല പേഷ്യൻസിന്റെ ഡിസീസ് കണ്ടീഷൻസും അതുപോലെ അവരുടെ മരുന്നിന്റെ പ്രത്യേകതയും വെച്ചിട്ടാണ് ഈ പൊട്ടൻസികളിലേക്കുള്ള ഈ ചെറിയ ചെറിയ നിഗമനങ്ങളിലേക്ക് ഹനുമാൻ എത്തുന്നത്. ഈ പിന്നെ പൊട്ടൻഡൈസ്ഡ് മെഡിസിനിലേക്കുള്ള ഈ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. പിന്നീട് നമ്മൾക്കറിയാം ഒരു കാലഘട്ടത്തിൽ, അതായത് 1829 മുതൽ 1837 വരെയുള്ള കാലത്തിൽ അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചത് 30th സെന്റെസിമൽ പൊട്ടൻസിയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിന്റെ മെത്തേഡോളജി, അതായത് പിന്നെ ഓൾഫാക്ഷൻ ആണ് അദ്ദേഹം കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് 1829-37 വരെ. അതിനുശേഷം ഓൾഫാക്ഷനോട് അധികം താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നീട് 1838 ശരിക്കും ഒരു ഫൈനൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾക്കറിയാം. അതാണ് പക്ഷെ അത് ഹനുമാന്റെ കാലഘട്ടത്തിൽ പുറത്തു വരാത്ത 50 മില്ലിസിമൽ പൊട്ടൻസിയെ കുറിച്ചുള്ള പഠനമാണ്. 50 മില്ലിസിമൽ പൊട്ടൻസി ആണ് പിന്നീട് ഹനുമാൻ 1838 മുതൽ അദ്ദേഹം 50 മില്ലിസിമൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് മിക്കവാറും പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചാൽ അത് 50 മില്ലിസിമൽ പൊട്ടൻസികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിന്റെ കൂടെ അപൂർവമായിട്ട് മാത്രം സെന്റെസിമൽ പൊട്ടൻസികൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നുള്ളൂ. അപ്പൊ ഈ പഠനങ്ങളൊന്നും പക്ഷെ പുറത്തു വന്നിട്ടില്ല. കാരണം 1843 ഹനുമാൻ മരിക്കുന്ന സമയം വരെ ഈ പിന്നീട് ഹനുമാൻ പുതിയതായിട്ടൊന്നും ഓർഗനോണിന്റെ ഫിഫ്ത് എഡീഷനിൽ കുറെ മാറ്റങ്ങൾ വരുത്തി 6th എഡീഷൻ പബ്ലിഷ് ചെയ്യില്ല, എഴുതി തീർത്തു. പക്ഷെ അത് നിങ്ങൾക്കറിയാം 6th എഡീഷൻ പബ്ലിഷ് ചെയ്ത് 1923 അപ്പൊ അതിനുശേഷമാണ് ഈ 50 മില്ലിസിമൽ പൊട്ടൻസിയെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, ഓർഗനോണിന്റെ ഡിഫറെന്റ് എഡീഷൻസ് പരിശോധിക്കുമ്പോൾ 1810 അഹോർസം
ഞാൻ അത് നോക്കുകയാണെങ്കിൽ അഫോർസം 244 ആൻഡ് 245 ഈ രണ്ട് അഫോർസത്തിൽ മാത്രമാണ് കൂടുതലും ഈ റെമഡി സെലക്ഷനിലും അതിന്റെ സ്മോൾനെസ് ഓഫ് ഡോസിനെ കുറിച്ചും പറയുന്നത്. നാച്ചുറൽ ഡിസീസിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഡോസുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഡോസിനെ നമ്മൾ കുറയ്ക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ആ 44th അഫോർസത്തിൽ കിട്ടുന്നത്. പിന്നീട് 245ാമത്തെ അഫോർസത്തിൽ പറയുന്നുണ്ട് സെൻസിറ്റീവ്നെസ് ഓഫ് ദി ഓർഗനിസം ടു മെഡിസിൻസ്, എസ്പെഷ്യലി if it is employed homeopathically is immensely increased. അപ്പം ഡിസീസ് സ്റ്റേറ്റിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി വളരെ കൂടുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മരുന്നിനോടുള്ള സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഡോസ് തീർച്ചയായിട്ടും മിനിമം തന്നെയായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് എഡീഷനിൽ പറയുന്നത്. സെക്കൻഡ് എഡീഷൻ ഓഫ് ഓർഗണിൽ നമുക്ക് അതിനകത്ത് ഡോസിനെ കുറിച്ച് വളരെ കൂടുതലായിട്ട് പറയുന്നില്ല, എങ്കിലും പറയുന്നത് ആക്യുറേറ്റ് ഒബ്സർവേഷൻ ആൻഡ് ആക്യുറേറ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ദി സെലക്ഷൻ ഓഫ് ദി ഡോസ്, ഡിറ്റർമിനേഷൻ ഓഫ് ദി ഡോസ് റിക്വയർസ് എ ക്ലിയർ എക്സ്പെരിമെന്റ്സ്, കെയർഫുൾ ഒബ്സർവേഷൻ ആൻഡ് ആക്യുറേറ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അവിടെയും സ്മോൾ ഡോസ്, പക്ഷെ വേറെ ഗൈഡ്ലൈനൊന്നും ഇല്ല, സ്മോൾ ഡോസ് മാത്രമാണ് പറയുന്നത്. പിന്നെ തേർഡ് എഡീഷനിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇത് തന്നെ ഈ ഡൈലൂഷനാണ് കൂടുതലും പറയുന്നത്. അതിനുശേഷം ഫോർത്ത് എഡീഷനിലാണ് നമ്മൾ ക്രോണിക് ഡിസീസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ആ സമയത്ത് ആണ് ഈ ക്രോണിക് ഡിസീസിന്റെ ആ പഠനം തുടങ്ങിയപ്പോൾ തന്നെയാണ് ഹനുമാൻ ഈ ഏറ്റവും കൂടുതൽ ഈ ഡോസിന്റെ വൈവിധ്യങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പിന്നീട് ഫിഫ്ത്ത് എഡീഷൻ 1833 ഫിഫ്ത്ത് എഡീഷൻ പബ്ലിഷ് ചെയ്യുന്നു. അതില് അതായത് ഫോർത്ത് എഡീഷൻ പബ്ലിഷ് ചെയ്ത് 4 വർഷം കഴിഞ്ഞിട്ടാണ് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫിഫ്ത്ത് എഡീഷൻ പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് ഹനുമാൻ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്റ്റാഫ്, ഗ്രോസ്, ഇവരൊക്കെ ഹനുമാന്റെ ഒരു 30C, ഹനുമാൻ അവിടെയാണ് ഈ 30C ആയിരിക്കണം ഒരു, ആ സമയത്താണ് പറയുന്നത്, ആ ഓർഗനിൽ പറയുന്നില്ല, പക്ഷെ ആ സമയത്താണ് 30C ആയിട്ടൊരു ഒപ്റ്റിമം പൊട്ടൻസിയെ നമുക്ക് 30C കുറിച്ചുള്ള പഠനം ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോഴാണ് ഹനുമാന്റെ ശിഷ്യരൊക്കെ ഹനുമാന്റെ അഭിപ്രായത്തിൽ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് അവര്, പ്രത്യേകിച്ച് ഗ്രോസ്, സ്റ്റാഫ്, അവരൊക്കെ എന്നിട്ട് അവരുടേതായ കുറെ എക്സ്പെരിമെന്റ് നടത്തി. അങ്ങനെയാണ് ഈ ഹൈ പൊട്ടൻസി 30 കഴിഞ്ഞിട്ടുള്ള ഹൈ പൊട്ടൻസിയിലേക്ക് പോകുന്നത്. അതില് നമുക്കറിയാം കൊർസാക്കോ എന്ന് പറഞ്ഞ ഒരാൾ, ഇന്ന് കൊർസാക്കോന്റെ പ്രിൻസിപ്പൽ അനുസരിച്ചാണ് നമ്മുടെ എല്ലാ ഹൈ പൊട്ടൻസിയും ഉണ്ടാക്കുന്നത്. അപ്പൊ കൊർസാക്കോ ഒരു റഷ്യൻ ഡോക്ടറാണ്. അദ്ദേഹം ആണ് 1500 വരെയുള്ള 10 ഡെസിമൽ സ്കെയിലിൽ 1500 വരെയുള്ള പൊട്ടൻസികൾ ഈ കൊർസാക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഹനുമാൻ ഇവരോടൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മാറ്ററിന്റെ ഡിവിഷന് ദർ ഇസ് എ ഇമിറ്റേഷൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ട് പോകുന്നത് ഡേഞ്ചറസ് ആണ് എന്നാണ് ഹനുമാനും പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം ഹനുമാൻ പിന്നെ 30C അപ്പുറം ഹനുമാൻ നെക്സ്റ്റ് പോകുന്നത് ഈ 6th എഡീഷനിൽ 50 മില്ലിയൻ പൊട്ടൻസിയാണ്. അപ്പം അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം, 50 മില്ലിയൻ സെന്റെസിമൽ പൊട്ടൻസി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സെന്റെസിമൽ പൊട്ടൻസിയിൽ പോലും അഗ്രവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, സെന്റെസിമൽ പൊട്ടൻസി റിപ്പീറ്റ് ചെയ്യാൻ പാടാണ്. ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് 50 മില്ലിയൻ പൊട്ടൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, അപ്പൊ 50 മില്ലിയൻ പൊട്ടൻസിക്ക് വ്യക്തമായി 50 മില്ലിയൻ പൊട്ടൻസിയുടെ പ്രയോഗം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 246 അഫോർസത്തിന്റെ ഫുട് നോട്ടിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് 50 മില്ലിയൻ പൊട്ടൻസി ഉപയോഗിക്കേണ്ടത്.
കാരണം എല്ലാ മെഡിസിനും തന്നെ അതായത് അതിനൊരു ഇടയ്ക്കൊരു കാര്യമുള്ളത് ഈ ഗ്ലോബ്യൂൾസ്. ആദ്യമായിട്ട് ഗ്ലോബ്യൂൾസ് ഹനുമാൻ കൊണ്ടുവരുന്നത് ഏകദേശം 1812-13 കാലഘട്ടത്തിലാണ് ഗ്ലോബ്യൂൾസ്. അതും പോപ്പി സീഡ് സൈസ് ഗ്ലോബ്യൂൾസ് ആണ് ഹനുമാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മളിന്ന് കാണുന്ന 30 സൈസോ 40 സൈസോ ഒന്നും അല്ല. പോപ്പി സീഡ് സൈസ് ഗ്ലോബ്യൂൾസ് തന്നെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഹനുമാൻ കൊണ്ടുവരുന്നത്. അന്നാണ് ആദ്യമായിട്ട് ഗ്ലോബ്യൂൾസ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുവരെയും ഈ എല്ലാ മരുന്നുകളും ലിക്വിഡ് രൂപത്തിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. പിന്നെ പൊട്ടൻഡൈസ്ഡ് മെഡിസിൻ, അല്ലാത്ത മെഡിസിനൊക്കെ നമുക്കറിയാം ഗ്രെയിൻസ് അങ്ങനെയുള്ള ഡോസ് ആയിരുന്നു. പക്ഷെ പൊട്ടൻഡൈസ്ഡ് മെഡിസിൻ എപ്പോഴും ഹനുമാൻ ഉപയോഗിച്ചിരുന്നത് ലിക്വിഡ് രൂപത്തിലായിരുന്നു. വാട്ടറിൽ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ കൂടി, ഒരു വെഹിക്കിളിൽ കൂടി ഈ പൊട്ടൻഡൈസ്ഡ് മെഡിസിനെ വീണ്ടും ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് 50 മില്ലിസിമൽ പൊട്ടൻസിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരും 50 മില്ലിസിമൽ പൊട്ടൻസി ഉപയോഗിക്കുന്ന ആരും തന്നെ വളരെ കുറച്ച് പേര് ആ രീതിയിൽ അത് ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാവരും 50 മില്ലിസിമൽ പൊട്ടൻസി ഡോസുകളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആക്ഷൻ കിട്ടണമെങ്കിൽ 50 മില്ലിസിമൽ പൊട്ടൻസി തീർച്ചയായിട്ടും നമ്മൾ ലിക്വിഡ് ഫോമിൽ അതിന് ഒരു പ്രത്യേക നമ്മൾ ഞാൻ അതാ പറഞ്ഞു 246 അപ്പോർട്സ് അതിന്റെ ഫുഡ് നോട്ടിൽ ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ ഏറ്റവും അധികം അദ്ദേഹം ഉപയോഗിച്ചത് അതേ പൊട്ടൻസി തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റഡീഷൻ വരെയുള്ള ഇതിന് വളരെ വിശദമായ പഠനങ്ങൾ ഇന്നുണ്ട്. പക്ഷെ എല്ലാം നമുക്കിവിടെ പറയാൻ പറ്റില്ല, അതിനുള്ള സമയമില്ല. അപ്പൊ ഇത് ഒരു കാലഘട്ടം, ഹനുമാന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഹനുമാന്റെ കുറച്ച് ശിഷ്യരും പിന്നെ ഡോക്ടർ ഹനുമാനും നടത്തിയ പരീക്ഷണങ്ങൾ. ഇത് ഇത്രയും വ്യക്തമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഒരു മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്നും വേണ്ട മാതിരി റെക്കോർഡ് ചെയ്യാറില്ല. ഇപ്പോ ഒരു പനിയായിട്ടൊരു പേഷ്യന്റ് വന്നു, നമ്മൾ മരുന്ന് കൊടുത്തു, അപ്പൊ നമ്മളവിടെ ഒരു വ്യക്തമായ സൂചനകൾ ഇന്നില്ല. ഇന്നിപ്പം ഈ NABS അക്രഡിറ്റേഷൻസ് ഒക്കെ വരുന്ന ഹോസ്പിറ്റലുകളിൽ അറിയാം, അതിന് വ്യക്തമായ ഒരു മാനദണ്ഡമുണ്ട്. ഏത് മരുന്ന് കൊടുത്താലും ആ പ്രിസ്ക്രിപ്ഷൻ പാടിൽ ഇപ്പൊ NABS അസോസിയേറ്റുള്ള ഹോസ്പിറ്റലിലുള്ളവർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. ആ രീതിയിൽ വെച്ച് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ അവർ ആ റെക്കോർഡ് അംഗീകരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള അവരുടെ വരുന്ന ഇൻസ്പെക്ടേഴ്സ്. നമ്മളത് പലപ്പോഴും അതിനകത്ത് ചെറിയ പശകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് ആ റെക്കോർഡിക്കലായിട്ട് ഇത്രയും വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചതിലാണ് ഹനുമാന് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയത്. കാരണം ഓരോ പ്രിസ്ക്രിപ്ഷനിലും ഓരോ അസുഖത്തിലും ഓരോ രോഗിയിലും വന്ന മാറ്റങ്ങൾ അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് പൊട്ടൻസി നിർണയത്തിന്റെ മാനദണ്ഡമായിട്ട് ഹനുമാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം ഹനുമാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ലോ ഓഫ് സിമിലാർസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സമയം വർക്ക് ചെയ്തതും ഈ ഒരു പ്രോബ്ലത്തിലായിരുന്നു, ഈ ഡോസിനെ കുറിച്ചുള്ള കൺസെപ്റ്റിലായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ച ആദ്യത്തെ ഒരു കാലഘട്ടം, ഹനുമാന്റെ കാലഘട്ടം. പിന്നീട് വരുന്ന അടുത്ത ഒരു ജനറേഷനാണ് ഈ പൊട്ടൻസിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തത്. കാര്യമായ വ്യത്യാസങ്ങൾ വെച്ചാൽ നമുക്കറിയാം, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊർസാക്കോ, അങ്ങനെ കുറച്ച് പേരുണ്ട്, ജെന്നിച്ചൻ, ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ കെന്റ് തന്നെയാണ് ഇതിനെ ഇത്രയും ഹൈ ലെവലിലേക്ക് കൊണ്ടുപോയത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ മുമ്പുള്ള ഒരു മെക്കാനിക്കൽ എഫർട്ട്, ഇപ്പം ഹനുമാനൊക്കെ അവരുടെ മരുന്നുകൾ ഉണ്ടാക്കിയിരുന്ന സ്വന്തമായിട്ട് തന്നെയാണ്. സ്വന്തമായിട്ട് നിങ്ങൾക്കറിയാം, ഓരോ സെന്റസിമൽ സ്കെയിലിൽ അതിന്റെ പൊട്ടൻസി പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം. ഓരോ പൊട്ടൻസിക്കും 10 സക്കഷൻ കൊടുക്കണം എന്നാണുള്ളതാണല്ലോ സെന്റസിമൽ പൊട്ടൻസി. ഹനുമാൻ തന്നെ പല സമയത്തും ഇതിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ സക്കഷന്റെ കാര്യത്തിൽ പോലും ഹനുമാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒബ്സർവ് ചെയ്ത് എഴുതിയിട്ടുമുണ്ട്. അപ്പൊ ആദ്യമൊക്കെ 5th എഡീഷൻ നോക്കുകയാണെങ്കിൽ സെന്റസിമൽ പൊട്ടൻസി ഒക്കെ 2 സക്കഷൻ കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് അതിന്റെ അവസാനം ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് 6th എഡീഷന് തൊട്ട് മുമ്പാണ് ഹനുമാൻ അതിൽ മാറ്റം വരുത്തി 10 സക്കഷൻ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സക്കഷൻ കൊണ്ടുവരുന്നത്. അതുപോലെ 50 മില്ലിസിമൽ പൊട്ടൻസിക്ക് നിങ്ങൾക്കറിയാം 100 സക്കഷൻ കൊടുക്കണം എന്നുള്ളത് അറിയാം. അപ്പൊ ഈ സക്കഷൻ, അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സക്കഷന്റെ, അതാണ് അതിന്റെ ഒരു ഇന്നത്തെ നമ്മൾ നേരിടുന്ന പ്രശ്നം. അതാണ് ഈ സക്കഷൻ അല്ലെങ്കിൽ പൊട്ടൻഡൈസേഷൻ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡിസീസ് ഒരിക്കലും ഒരു ഫിസിക്കൽ പ്ലെയിനിൽ മാത്രമല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പൊരുൾ.
ഒരിക്കലും ഫിസിക്കൽ പ്ലെയിനിൽ മാത്രമല്ല. നമുക്കറിയാം ഇന്ന് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ മാക്രോ ആൻഡ് മൈക്രോ എന്ന് പറയുന്നത്, മാക്രോകാസം ആൻഡ് മൈക്രോകോസം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ശരീരത്തിൽ ഒരുപാട് നമ്മൾ ഫിസിക്കൽ ബോഡി മാത്രമല്ല, ഒരു എനർജി ഇതിനകത്തുണ്ട് എന്നുള്ള ആ ഒരു അതാണ് വൈറ്റൽ ഫോഴ്സ് എന്നല്ല വൈറ്റൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ ഹനുമാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഒരു ചിന്ത മനസ്സിൽ വന്നതോട് തന്നെയാണ് ഈ പൊട്ടൻറ്റൈസേഷനെ കുറിച്ച് വരുന്നത്. അപ്പം ഈ മെറ്റീരിയൽ ലെവലിൽ നിന്ന് ആ മരുന്നിന് ഒരു എനർജി ലെവലിലോട്ടുള്ള പരിണാമമാണ് ഈ പൊട്ടൻറ്റൈസേഷൻ കൊണ്ട് നടക്കുന്നത്. പക്ഷെ അതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പൊട്ടൻസി, ഈ 10 പൊട്ടൻസിയുടെ ഒരു ഡ്രഗ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സെന്റൻസിൽ പൊട്ടൻസിക്ക് ഒരു സക്കഷൻ എത്ര സമയം എടുക്കേണ്ടി വരുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 10 പൊട്ടൻസി ഒരു മെഡിസിന്റെ, സൾഫറിന്റെ അല്ലെങ്കിൽ ബെൽഡ്രോണിന്റെ 10 പൊട്ടൻസി ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം എടുക്കേണ്ടി വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ പറയാം. ഒരുപാട് മെഷീൻസ് അറിയിട്ടുണ്ട്. ഈ അന്ന് കെന്റ്, അന്ന് ഈ ഹയർ പൊട്ടൻസി ഉപയോഗിച്ചിരുന്ന എല്ലാവർക്കും അവരുടേതായ ചില മെഷീൻസ് അവർ ഡെവലപ്പ് ചെയ്തിരുന്നു. അന്നത്തെ രീതിയിലുള്ള പല മെഷീൻസും ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഈ പല മെഷീൻസിനും സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല. അവർ അവരുടേതായ രീതി ഉണ്ടാക്കി. കൊർസാക്കോവിന്റെ മെഷീനും കെന്റിന്റെ മെഷീനും ഒക്കെ ഒരുപാട് നമ്മൾ ഇന്നത്തെ ആ ഒരു സയന്റിഫിക് മെത്തഡോളജി അസസ് ചെയ്താൽ അതിന് ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ഈ ഇന്നത്തെ ഏറ്റവും സയന്റിഫിക് ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന, അത് ബോറോൺ പോലെ ഉള്ളവർ ഒക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻ ഉണ്ടാക്കുന്ന മെഡിസിൻ 10 പൊട്ടൻസി ഉണ്ടാക്കണമെങ്കിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മെഷീൻ വെച്ചിട്ട് അതിന് ഞാൻ ഏകദേശം ഒരു സമയം പറയാണ്, ഒരു സെന്റെസിമൽ പൊട്ടൻസി ചെയ്യണമെങ്കിൽ 24 സെക്കൻഡ് വേണം. 24 സെക്കൻഡ്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് 24 സെക്കൻഡ് ഉപയോഗിച്ചെങ്കിലാണ് ഒരു സെന്റെസിമൽ പൊട്ടൻസി പിന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10,000 സെന്റെസിമൽ പൊട്ടൻസി ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കേണ്ടി വരും? ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം എവിടെയും പറയുന്നില്ലെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഏകദേശം 2 days, 24, അതായത് 62 മണിക്കൂറോളം വേണ്ടി വരും. ഏകദേശം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 62 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഈ 24 സെക്കൻഡ് ഈ മെഷീൻ നിർത്താതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 ദിവസവും 2.25 ദിവസത്തോളം വേണ്ടി വരും ഒരു 10 പൊട്ടൻസി ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ അത്രമാത്രം ഫോഴ്സ് അവിടെ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയായിട്ടുള്ള രീതിയിൽ ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡ്രഗ് അതനുസരിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 പ്രോസസ്, ഡൈല്യൂഷൻ ആൻഡ് സക്കഷൻസ്. അപ്പൊ അങ്ങനെ ഒരു 10 പൊട്ടൻസി ചെയ്യണമെങ്കിൽ, സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും സമയം വേണം. അപ്പൊ നമ്മൾ 50 cm ഒക്കെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ ഇതനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീൻ നിർത്താതെ ഇത് ഹാൻഡ് കൊണ്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ഇരിക്കും? ഹാൻഡ് സക്കഷൻ ആണെങ്കിൽ മനുഷ്യന്റെ കൈ കൊണ്ട് ഈ പ്രോസസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കുള്ള മാൻ പവർ അവിടെ വേണ്ടി വരും. മാത്രമല്ല അതിനൊരു യൂണിഫോമിറ്റി കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല കമ്പനികളുടെയും പൊട്ടൻസിയിലും, ഈ എസ്പെഷ്യലി ഹയർ പൊട്ടൻസിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ പൊട്ടൻസി പ്രശ്നത്തിന്റെ ഒരു ശരിയായ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ പൊട്ടൻസി സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് അതൊക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇന്നത് പറയാൻ പറ്റില്ല. ഇതിന് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞതുകൊണ്ടാണ്. ഇൻട്രൊഡക്ഷൻ വെച്ചാൽ അത്ര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ ഇതിന്റെയൊക്കെ ഒരു റെക്കോർഡിക്കലായിട്ടുള്ള പല കാര്യങ്ങളും, ഹനുമാന്റെ കേസ് റെക്കോർഡും ഒക്കെ എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ട്. പാരീസിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഹനുമാന്റെ കേസ് റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ലൈബ്രറിയിൽ മാത്രമാണ് ഹനുമാന്റെ കേസ് റെക്കോർഡ് ഉള്ളത്. പക്ഷെ ഇവരൊക്കെ അന്നത്തെ കാലത്തും ആ കേസ് റെക്കോർഡുകൾ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഹനുമാനും അതായത് പാരീസിൽ ഹനുമാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കേസ് റെക്കോർഡ് 450, ഒരു കേസ് റെക്കോർഡിന്റെ ഒരു ഗ്രൂപ്പിൽ 450 പേജ് ഉണ്ട്. അങ്ങനെ
24 കേസ് റെക്കോർഡ് പരിശോധിച്ചിട്ട് കിട്ടിയ അനുഭവങ്ങളിലൂടെ ഉള്ള ലിറ്ററേച്ചറുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെടുത്ത സ്ട്രെയിനും സ്ട്രെസ്സും എന്തുമാത്രമാണ്. ഇപ്പൊ ഇന്നത്തെ റിസർച്ച് മെത്തോളജിയുടെ നമ്മൾ ഇന്ന് റിസർച്ച് മെത്തോളജി എന്ന് പറയുന്ന റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ആ റിസർച്ച് മെത്തോളജിയിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യവും അന്നത്തെ കാലഘട്ടത്തിൽ ഹനുമാൻ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് റിസർച്ച് മെത്തോളജിയെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു അറിവുകളില്ലാത്ത സമയത്ത് വ്യക്തമായിട്ട് അദ്ദേഹം അതൊക്കെ എല്ലാ സ്റ്റെപ്പുകളും അവിടെ ചെയ്തിരുന്നു. ഓരോ പൊട്ടൻസി ചെയ്യുമ്പോഴും ഓരോ ഡ്രഗ് ചെയ്യുമ്പോഴും ഒക്കെ അവിടെ വ്യക്തമായിട്ട് അതിന്റെ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നിഗമനം എത്തിയിട്ടുള്ളത് എക്സ്പെരിമെന്റിൽ കൂടെ മാത്രമായിരുന്നു. ഓരോ പൊട്ടൻസിയിലും ഓരോ ഷെയ്ക്കും എല്ലാം തന്നെ വ്യക്തമായിട്ട് അദ്ദേഹം അതിന് റിസർച്ച് ചെയ്യുന്ന വെച്ചാൽ എല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടി മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇവിടെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാരണം നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പൊ ഒരു വൈറൽ ഫീവറിന് ഒരു റെസ്റ്റോക്സ് അല്ലെ ബ്രയോൺ ഏതെങ്കിലും 200 പൊട്ടൻസി കൊടുത്തു. 200 പൊട്ടൻസി കൊടുത്താൽ അതിന്റെ മാറ്റം നമ്മൾ അപ്പോൾ അവിടെ പൊട്ടൻസി മാത്രം ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് വെറും ഒരു പൊട്ടൻസി മാത്രം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേസമയം ചില ഗ്രൂപ്പുകാർ 1 പൊട്ടൻസി കൊടുക്കുന്നു, ചിലര് 30 കൊടുക്കുന്നു, ചിലര് 6 കൊടുക്കുന്നു. ഇങ്ങനെയാണ് പലരും അതിന്റെ അപ്രോച്ച്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് ഒരു പഠനം ആവശ്യമുണ്ട്. ഈ പൂർവികർ ചെയ്ത പഠനങ്ങൾ നമുക്ക് മാനദണ്ഡമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ വന്ന മാറ്റങ്ങൾ, ഈ ഡ്രഗിന്റെ മാനുഫാക്ചറിങ് ടെക്നോളജീസ് ഒക്കെ വന്ന മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനിയും നമ്മൾ ശരിക്കും ഒരു പൊട്ടൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 10 പൊട്ടൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾക്കറിയാം വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഹനുമാൻ ചെയ്തിരുന്നത് മിനി ഗ്ലാസ് മെത്തേഡ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഓരോ മരുന്നുകളും ഓരോരോ വ്യത്യസ്തമായ വയലുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നാണെങ്കിൽ അത് സിംഗിൾ ഗ്ലാസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കൊറസാക്കോയുടെ മെത്തേഡ് അനുസരിച്ച് സിംഗിൾ ഗ്ലാസ് വയലാണ് ഉപയോഗിക്കുന്നത്. ആ മെത്തേഡൊക്കെ വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഹനുമാന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച മാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. ഇത് എനിക്കിന്ന് ഒരു പവർ പോയിന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. എങ്കിലും നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ സമയം കിട്ടുവാണെങ്കിൽ നമുക്കതിന്റെ ഗ്രാഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്ത് പറയാനും പറ്റത്തില്ല. ഇന്നിപ്പം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് അതിന്റെ ഒരു ചർച്ച, എന്തെങ്കിലും അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക. അതുകൂടെ ഉൾപ്പെടുത്തി വേണം നമുക്ക് അടുത്ത ക്ലാസ്, അടുത്ത എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെങ്കിൽ നമുക്ക് അന്ന് ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം. ഇതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിതൊരു പഠനമായിട്ട് തന്നെ എടുത്തത്, അല്ലാതെ എല്ലാവരും കൂടി ഒരു പഠനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എടുത്തത്. നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ഇതിൽ താല്പര്യമുള്ളവരെല്ലാം ഈ വർക്കിൽ ഒത്തുചേരണം. അങ്ങനെ ഒരു പഠനം എടുത്തെങ്കിലേ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ടിപ്പായിട്ട് ഒരിക്കലും പൊട്ടൻസിയെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ടിപ്സ് ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ ചില മരുന്നുകൾക്ക് ചില പൊട്ടൻസിയിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് ഈ പൊട്ടൻസിയെ കുറിച്ചൊരു വ്യക്തമായ ഒരു ഉത്തരം ഉടനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ഒരു ചർച്ചയ്ക്ക് എടുത്തത്. ഡോക്ടർ മനോജ്, ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. എന്തായാലും നന്ദി ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ ആഴത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഒരുപാട് സ്റ്റഡീസ് നേരത്തെ ഉണ്ട്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പഠിക്കാനോ ഫോളോ ചെയ്യാനോ നമുക്ക് സമയവും സൗകര്യവും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഡഡ്ജൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. Perhaps his passion for accuracy might have led him to the adoption of a scale. എന്നിട്ടാണ് പൊട്ടൻസി ഇറ്റ്സ് എവല്യൂഷൻ, നോട്ട് എ റെവല്യൂഷൻ. സ്ലോ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ
ആ ഒരു സൊല്യൂഷൻ എങ്ങനെ സോൾവെന്റ് എങ്ങനെ സൊല്യൂഷൻ മിക്സ് ചെയ്യാന്നുള്ള ഒരു അറ്റംപ്റ്റ്. പിന്നെ മാത്രമല്ല, ഈ മെഡിസിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം കൊടുക്കും പലപ്പോഴും അഗ്രവേഷൻ ഉണ്ടാവും. അദ്ദേഹം കൊടുത്ത റെമഡിയാണ്, നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് വ്യത്യാസം. അതൊരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്കെന്ന് പറയുന്നത്, രണ്ട് വാക്കുകൾ നമ്മൾ പലപ്പോഴും എന്താ പറയാ ശരിക്കും ഡിഫറൻഷിയേറ്റ് പറയുന്നുണ്ട്. പ്രൂവിങ്സ് എന്ന് പറയും. അപ്പം ശരിക്കും പ്രൂവിങ്ങിന്റെ പ്ലൂറൽ അല്ല പ്രൂവിങ്സ്. പ്രൂവിങ്സ് എന്ന് പറയുന്നത് വർക്കാണ്, പ്രൂവിങ് പ്രോസസ്സുമാണ്. ആ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയാൻ നല്ലതായിരിക്കും. പിന്നെ ഈ ഹനുമാൻ ഇത്ര സമയമെടുത്തു എന്നുള്ളത് നമുക്കറിയാം. നമ്മളെ 30 കൊടുത്തിട്ട് 200 എടുത്തിട്ട്, അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം ഓരോ കാര്യങ്ങളും പ്രൂവ് എവരിത്തിങ്, ഹോൾ ഫാസ്റ്റ് വിച്ച് സീംസ് ഗുഡ്, അതായിരുന്നു പോളിസി. അപ്പോൾ വളരെ ആക്യുറേറ്റഡ് ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച ശേഷമാണ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തത്. പിന്നെ വേറെ കാര്യം പറഞ്ഞില്ല, പൊട്ടറൈസേഷൻ അപ് ടു എനി എക്സ്റ്റെന്റ് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു പരിധി അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ് ടു എനി എക്സ്റ്റെന്റ്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഫുട് നോട്ട് അഫോഴ്സിലുണ്ട് അത്. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ 30th പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ട്, പക്ഷേ നിങ്ങൾക്ക് എത്ര വേണം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു സ്റ്റാൻഡേർഡൈസേഷന്റെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ യാതൊരു ഐഡിയ ഇല്ല പോകുന്നത്. മാത്രമല്ല, ഡോസിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. 2 to 3 pellets സൈസ് ഓഫ് പോപ്പി സീഡ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 200 ഓഫ് ദം വേ ഗ്രെയിൻ എന്നാണ് ഈ ഡോസിന് പറയുന്നത്. ഇനി ഓൾഫാക്ഷൻ ഡോസിന് പറഞ്ഞ മസ്റ്റേർഡ് സീഡ് എന്ന് പറയുന്നത്, അതും പറഞ്ഞിട്ടുണ്ട്. അവിടെ വ്യക്തതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടുതൽ ഡോക്ടർമാരിൽ എത്തിക്കാനുള്ള ശ്രമം വളരെ സന്തോഷമുണ്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു. സർ, ഡോക്ടർ ഹരിഹരൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സർ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവുന്ന. ഡോക്ടർ കേൾക്കാമോ? ഡോക്ടറെ കേൾക്കാമോ? കേൾക്കാം സർ. ഞാൻ ഡോക്ടർ വേണുവിന്റെ ഈ ക്ലാസ് വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. ഞാനിത് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് ആരെങ്കിലും എടുക്കുന്നത് എടുക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തൊക്കെയാലും ഡോക്ടർ ക്ലാസ് എടുത്തത് ഞാൻ കേട്ടു. വളരെ ഡീപ്പായിട്ടാണ് ഡോക്ടറെ ക്ലാസ് എടുത്തത്. എന്നെ ഇത് അതിശയിപ്പിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് ഹനിമാൻ വിവക്ഷിക്കുന്ന ആ പ്രതിഭാസം വാസ്തവത്തിൽ വെസ്റ്റേൺ ഫിലോസഫിയിൽ അതില്ല. ഈസ്റ്റേൺ ഫിലോസഫിയിൽ, ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെയാണ് ഈ വൈറ്റൽ ഫോഴ്സ് വൈറ്റൽ ഫോഴ്സിന് സമാനമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഫിലോസഫിയിലാണ്. ഇത് ഹനുമാന് എവിടുന്ന് കിട്ടി എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അത് ഡോക്ടർക്ക് വേണുവിന് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ ഉദ്ദേശിച്ചത് ഈ പിന്നെ വൈറ്റൽ ഫോഴ്സ് എന്നുള്ള കാര്യമല്ലേ? ആ, വൈറ്റൽ ഫോഴ്സ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് പറഞ്ഞ് ഹനുമാൻ ഉദ്ദേശിച്ചതും അതിനൊപ്പം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ചില ചിന്താഗതികളോ അതിനകത്ത് വരുന്നു. ഇപ്പോൾ വൈറ്റലിസം പോലെ അന്നത്തെ കാലത്ത് നിലവിലിരുന്ന, അത് നമ്മുടെ ഹോമിയോപ്പതിയെ വിമർശിക്കാനായിട്ട് അവർ എടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് ഈ വൈറ്റൽ ഫോഴ്സ് തിയറി. അപ്പൊ നമുക്കറിയാം 5th എഡിഷനിൽ ഹനുമാൻ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനെ വൈറ്റൽ പ്രിൻസിപ്പിൾ എന്നാണ് 6th എഡിഷനിൽ പറയുന്നത്. വൈറ്റൽ ഫോഴ്സ് ഓഫ് ദി വൈറ്റൽ പ്രിൻസിപ്പിൾ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോഴ്സും അവിടെ തന്നെ ആ വാക്കിന് ഉത്തരം വന്നു, ഫോഴ്സ്. വൈറ്റൽ ഒരു ഫോഴ്സ്. നമ്മൾ ഇന്ന് സയൻസിൽ നമുക്കറിയാം, നമ്മൾക്ക് ആപ്പാടെ ഇന്ന് ഹോമിയോപ്പതി വിമർശിക്കുന്നത് ഈ അവോഗാഡ്രോസ് നമ്പർ, അതായത് പിന്നെ മാറ്ററിന്റെ മോളിക്യൂളിന്റെ ഒരു പിന്നെ മാനദണ്ഡം വെച്ചാണ് നമ്മൾ അവര് വിമർശിക്കുന്നത്. അതായത് ഒരു 12th പൊട്ടൻസി, എൻഡോസോൾ പൊട്ടൻസി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അവോഗാഡ്രോസ് ഹൈപ്പോത്തസിസിലുള്ള ഒരു മോളിക്യൂൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ വിമർശനത്തിൽ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ സയൻസ് ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അന്നത്തേലും നമുക്കറിയാം മോളിക്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ തന്നെ മാറ്റുന്ന ഒരുപാട് അറിയാം. ഇന്നിപ്പോ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ഉണ്ട്,
ഒരു ന്യൂട്രോൺ, അല്ല പ്രോട്ടോൺ, ഇങ്ങനെ ആ ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ആ മോളിക്യൂള്, പിന്നെ അതിന്റെ ആറ്റത്തിന്റെ ഘടന, അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പോയിട്ട് ഇന്നിപ്പം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഇന്ന് മാറ്ററിനെ കുറിച്ചുള്ള പഠനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് അതിലൂടെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പറ്റും. എന്ന് വെച്ച് ഹോമിയോപ്പതിയുടെ ഈ കൺസെപ്റ്റിനെ അത് വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ പോലും മാറ്ററിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് സയൻസിന് എന്തുമാത്രം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഹനുമാൻ അവിടെ പറയുന്നത്, ഹനുമാൻ ഒരു സ്ഥലത്ത് എടുത്തു പറയേണ്ടതുണ്ട്, ഡൈനാമിസ്റ്റ് മീൻസ് നോട്ട് മെറ്റാഫിസിക്കൽ. അപ്പൊ മെറ്റാഫിസിക്കൽ എന്നാണ് നമ്മളെ ഹനുമാനെ അവർ വിമർശിച്ചത്. പക്ഷെ ഹനുമാൻ എടുത്തു പറയുന്നുണ്ട് ഡൈനാമിക്സ് നോട്ട് മെറ്റാഫിസിക്കൽ. പക്ഷെ ഹനുമാൻ ചെയ്തത് നോട്ട് റെഡ്യൂസ് ബട്ട് ടു റെഡ്യൂസ് അഗ്രവേഷൻ കോസ്ഡ് ബൈ സിമിലർ മെഡിസിൻസ്. എന്തിനാണ് പൊട്ടൻറ്റൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഹനുമാൻ പറയുന്നത് നോട്ട് ടു ബ്രിങ് ടു മെറ്റാഫിസിക്കൽ തോട്ട്സ് ബട്ട് ടു റെഡ്യൂസ് അഗ്രവേഷൻ കോസ്ഡ് ബൈ സിമിലർ മെഡിസിൻസ്. പിന്നെ ടോക്സിക് എഫക്റ്റ് കുറയ്ക്കാൻ, മെറ്റീരിയൽ ക്വാണ്ടിറ്റി കുറയ്ക്കാനും അതുകൊണ്ട് ടോക്സിക് എഫക്റ്റ് കുറയ്ക്കാനും വേണ്ടിയാണ് പൊട്ടൻറ്റൈസേഷൻ ചെയ്തതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നമുക്കറിയാം ഇനർട്ടായിട്ടുള്ള പല സബ്സ്റ്റൻസും നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ലൈക്കോപോഡിയം, കാർബോ വെജിറ്റബിൾസ്, സിലീഷ്യ, ഇങ്ങനെയുള്ള പല മരുന്നുകളും അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിൽ, സാധാരണ സ്റ്റേറ്റിൽ അത് ഇനർട്ടാണ്. പൊട്ടൻറ്റൈസേഷൻ ചെയ്താൽ മാത്രമേ അതിന് മരുന്നിന്റെ എഫക്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്നത് ഈ എനർജിയെ, നമ്മളുടെ ഹോമിയോപ്പതി എനർജി മെഡിസിൻ എന്ന് തന്നെ പറയാം. അപ്പം ഞാനതാണ് പറഞ്ഞത്, നമ്മൾ ഈ പിന്നെ ഭൗതിക ശരീരം മാത്രമല്ല, നമ്മൾ മൈക്രോകോസം മാക്രോകോസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ജീവി എന്ന് പറയുന്നത് അതിന്റെ ഈ ഫിസിക്കൽ സ്ട്രക്ചർ മാത്രമല്ല, അതിനകത്ത് ഇതിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ എനർജി ലെവലിലുള്ള ആ പഠനമാണ് ശരിക്കും ഈ ഹനുമാനെ അതിലേക്ക് കൊണ്ടെത്തിച്ചത്. വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ വൈറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ ആ അവസ്ഥയിലേക്കുള്ള ചിന്തയാണ്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ചിലപ്പോൾ അവരുടെ ഈ വൈറ്റലിസം പോലുള്ള തിയറികൾ സ്വാധീനിച്ചിരിക്കാം. പക്ഷെ എടുത്തു പറയുന്നുണ്ട് അതിനുവേണ്ടി അല്ല എന്ന് ഹനുമാൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. നോട്ട് ടു ബ്രിങ് ടു മെറ്റാഫിസിക്കൽ എന്ന് എടുത്തു പറയുന്നുണ്ട്. അവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അത് തന്നെയാണ്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് അതിൽ ഞാൻ ഒരു സംശയം ഡോക്ടർക്ക് ചോദിച്ചോട്ടെ. ഈ സിമിലിബസ് പുറണ്ടർ, അത് കറക്റ്റ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് മാത്രം പോരാഞ്ഞോ? പിന്നെ എന്തിനീ വൈറ്റൽ ഫോഴ്സ് തിയറി കൊണ്ടുവന്നു? സിമിലിയോസ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രിൻസിപ്പിൾ ആണല്ലോ, ഒരു നാച്ചുറൽ ലോ ആണല്ലോ. അത് മാത്രം പോരാഞ്ഞോ? ആ, അത് മാത്രം മതിയല്ലോ? ആ സിമിലിബസ് പുറണ്ടർ എന്നുള്ളത് മാത്രം വെച്ച് ചെയ്താൽ പോരെ? പിന്നെ ഈ വൈറ്റൽ ഫോഴ്സ് തിയറി എന്തിനാണ് ഹനുമാൻ കൊണ്ടുവന്നത്? അല്ല, അത് ഹനുമാൻ വൈറ്റൽ ഫോഴ്സ് തിയറിയിലേക്ക് കൊണ്ടുവന്നുള്ള ചെന്ന് എത്തപ്പെട്ടതാണെന്ന് വേണേൽ പറയാം. കാര്യം ഒരിക്കലും ഹനുമാൻ ഈ മരുന്നുകൾ ഉപയോഗിച്ചിരുന്ന, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹനുമാൻ മരുന്നുകളെല്ലാം ഉപയോഗിച്ചിരുന്ന ക്രൂഡ് ഫോമിൽ തന്നെയായിരുന്നു ആദ്യകാലത്ത്. പിന്നെ അതിന്റെ അഗ്രവേഷൻ കണ്ടു, അങ്ങനെ അതിനെ ഡൈല്യൂട്ട് ചെയ്തു. പിന്നീട് അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നിരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഈ പൊട്ടൻറ്റൈസേഷൻ തിയറിയിലേക്ക് എത്തിയത്. അപ്പം പൊട്ടൻറ്റൈസേഷൻ തിയറി എത്തുമ്പോൾ ഈ അന്ന് തന്നെ അതിനെ വിമർശിച്ചിട്ടുള്ളത് അതിനകത്ത് മാറ്ററിന്റെ യാതൊരു അംശമില്ലെന്നുള്ളതാണ്. ഈ മാറ്ററിന്റെ അംശമില്ലെങ്കിൽ അത് എവിടെ പോകുന്നു, എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിനൊരു ഉത്തരം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഹനുമാൻ ചിലപ്പോൾ ഈ വൈറ്റൽ ഫോഴ്സ് തിയറിയും അല്ല വൈറ്റൽ ഫോഴ്സ് തിയറിയും പിന്നെ അത് അതെ, നമുക്കിനി ഒരു മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്കിതിന്റെ രണ്ടാം ഭാഗം ഉണ്ടല്ലോ. അപ്പൊ അന്ന് ഇതേ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതാണ്. പക്ഷെ വൈറ്റൽ ഫോഴ്സ് തിയറി കൊണ്ടുവന്നില്ല എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത് പൂർണ്ണമാവില്ല എന്നാ എനിക്ക് തോന്നിയത്. ഈ സിസ്റ്റം പൂർണ്ണമാകണമെങ്കിൽ അവിടെ ഈ വൈറ്റൽ ഫോഴ്സ് തിയറി വന്നെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം പൂർണ്ണമാകൂ.
ഹരിഹര സാറേ, നമുക്ക് അടുത്ത ദിവസം സാർ നോട്ട് വെച്ചിരുന്നാൽ മതി. പാർട്ട് 2 തുടങ്ങാം സാറേ, അപ്പോഴത്തേക്കാം. ഓക്കെ, ഡോസിന്റെ ഓക്കെ. അതെ, ഡോസിന്റെ ചർച്ച അവസാനിക്കുന്നില്ല. ഇതിന് ഇനി അടുത്ത പാർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. വേണുഗോപാൽ സാറിന്റെ ഇന്നത്തെ ക്ലാസ് നമ്മളെ ഒരു ശുദ്ധമായി തെളിമയുള്ള ഒരു ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു. നമ്മുടെ ഓർഗനോൺ ഓഫ് മെഡിസിന്റെ ആദ്യത്തെ എഡിഷൻ മുതൽ ഡോസിന് വന്നിട്ടുള്ള ആവിർഭാവിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു. വേണുഗോപാൽ സാറിന് IFPHന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദി സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭയായ ശ്രീ ധർമ്മേന്ദ്ര അദ്ദേഹം ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമുക്കൊരു നിമിഷം അനുശോചിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തെ ദിവസം സജീവമായി തന്നെ ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും IFPHന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പോസ്റ്റ്